ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വൈറ്റമിൻ ഇയെ കുറിച്ചാണ്. വൈറ്റമിൻ ഇയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുള്ളായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. സൗന്ദര്യ സംരക്ഷണത്തിന് ഏറെ ഗുണകരമായ ഒരു വൈറ്റമിനാണിത്. വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ഇത് ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. വൈറ്റമിൻ ഇ എന്നാൽ ടോക്കോഫെറോൾ എന്നാണ് പറയുന്നത്. ഇതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അപകടകരമായ മോളിക്യൂൾസ് ഉണ്ട്, അവയെ ഫ്രീ റാഡിക്കൽസ് എന്നാണ് പറയുന്നത്. ഇവ ഒരു പരിധിയിൽ കൂടുതൽ ഉയരാതെ നമ്മുടെ ശരീരം ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എപ്പോഴാണോ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ ഉയരുന്നത്, ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കാരണം മൂലമാണ് രക്തക്കുഴലിൽ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത്. ഫ്യൂച്ചറിൽ ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലെല്ലാം ഫ്രീ റാഡിക്കൽസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഈ ആൻറ്റി ഓക്സിഡന്റുകൾ. അടുത്ത നമുക്ക് പറയാനുള്ളത് നമ്മുടെ വൈറ്റമിൻ ഇ സെലീനിയം പോലെയുള്ള മിനറലിനോട് കൂടിച്ചേർന്ന് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നു. വൈറ്റമിൻ ഇ എന്നാൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്, അതായത് കൊഴുപ്പിനകത്ത് അലിയുന്ന വൈറ്റമിൻ. നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളായ LDL അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെ ഓക്സിഡൈസ് ചെയ്യാതെ തടഞ്ഞു നിർത്തുന്നതിൽ വൈറ്റമിൻ ഇ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വൈറ്റമിൻ ഇക്ക് പ്രധാന പങ്കുണ്ട്. വൈറ്റമിൻ ഇയെ നമ്മൾ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ സ്കിന്നിനെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്ന് നോക്കാം. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിൻ്റെ റീജനറേഷന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നശിച്ചു പോകുന്ന കോശത്തിന് പകരം പുതിയ കോശങ്ങൾ ഫോം ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങളെ ഹെൽത്തിയാക്കി നിർത്തുന്നതിനും വൈറ്റമിൻ ഇ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്കിന്നിൻ്റെ തിളക്കവും ചുളിവും മാറി ബ്രൈറ്റനായിരിക്കാൻ വൈറ്റമിൻ ഇ സഹായിക്കുന്നു. നമ്മുടെ മുടിയുടെ വേരുകളുടെ കട്ടി വർദ്ധിപ്പിച്ച് മുടി പൊട്ടിപ്പോകാതെ സംരക്ഷിച്ച് നിർത്താനും വൈറ്റമിൻ ഇ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ചെറുപ്പം നിലനിർത്താൻ വൈറ്റമിൻ ഇ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം വൈറ്റമിൻ ഇ അടങ്ങിയ ഫുഡ് മാക്സിമം കഴിക്കാൻ നോക്കുക. ഇപ്പോൾ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമായിട്ട് കാണിക്കാറില്ല. ഒരു വിളർച്ച ആയിട്ടോ അല്ലെങ്കിൽ അനീമിയ എന്ന കണ്ടീഷനായിട്ടോ നമുക്ക് കാണാം. കൂടാതെ നമ്മുടെ കൈകൾക്കുണ്ടാവുന്ന പെരുപ്പ്, പിന്നെ തരിപ്പ്, പിന്നെ തലയ്ക്കുണ്ടാവുന്ന പെരുപ്പ്, പിന്നെ ഉറക്കത്തിലുണ്ടാവുന്ന വ്യത്യാസം, ഇതുപോലുള്ള നാഡി സംബന്ധമായ അസുഖങ്ങൾക്ക് പ്രധാന ഒരു കാരണം വൈറ്റമിൻ ഇയുടെ കുറവാണെന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ് ഡോക്ടർമാരധികം കഴിക്കാൻ പറയാറുണ്ട്. വൈറ്റമിൻ ഇയുടെ മെയിൻ ഉറവിടമായിട്ട് പറയുന്നത് നമ്മുടെ സസ്യ എണ്ണകൾ, പഴങ്ങൾ, മാംസം, പിന്നെ കോഴി, മുട്ട, പിന്നെ ധാന്യങ്ങളും, പിന്നെ ഗോതമ്പ് എന്നിവയൊക്കെയാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടെ അല്ലാതെ വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് എടുക്കരുത്. വൈറ്റമിൻ ഇ നാച്ചുറലായിട്ട് നമ്മുടെ ഫുഡിൽ നിന്ന് ലഭിക്കുന്നത് ഹാർട്ടിന് ഗുണകരമാണ്. പക്ഷേ ആർട്ടിഫിഷ്യലായി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകൾ ഹൃദയത്തിന് ഗുണകരമല്ലാത്ത സൈഡ് എഫക്റ്റ് ഉണ്ടായേക്കാം. ഉദാഹരണമായി ഹൃദയരോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ആൻറ്റി കോയാഗുലൻ്റ് ചെറിയ തോതിൽ കഴിക്കുന്നവർ, ഇത്തരത്തിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകൾക്ക് ഗുണവും ദോഷവും ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ ശരീരത്തിന് പുറമെ വൈറ്റമിൻ ഇ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഡ്രൈ സ്കിൻ മാറുന്നതിന് വേണ്ടി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് ഒരല്പം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വാസലിനിൽ ഒരു 2 അല്ലെങ്കിൽ 3 തുള്ളി ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്താൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറാൻ സഹായിക്കും. മുഖത്ത് വരുന്ന കരിവാളിപ്പ് കുറയാനും സഹായിക്കും. ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് മാറാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2-3 തുള്ളി എടുത്തിട്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വാസലിനോ അതിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വീടുകളിൽ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടഞ്ഞിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.